പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായി. ഫോൺ 8589393335. വാർത്തകൾ വിശദമായി. ഓണക്കാലം അടുത്തതോടെ വടക്കാഞ്ചേരി നഗരം രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ അമരുന്നു. നഗരം പിന്നിടാൻ യാത്രക്കാർ മണിക്കൂറുകളോളം കാത്തുകിടക്കേണ്ട അവസ്ഥയാണ്. ദുരിതത്തിലായി യാത്രക്കാരും വ്യാപാരികളും. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്ന് ഗതാഗത പരിഷ്കാരം നടപ്പാക്കണമെന്ന ആവശ്യം ശക്തം. ഓണക്കാലം അടുത്തതോടെ വടക്കാഞ്ചേരി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് മറികടക്കുവാൻ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ അമിത വേഗത്തിൽ പായുന്നത് അപകടങ്ങൾക്കും വഴിവെക്കുകയാണ്. നഗരത്തിലെ കുരുക്കഴിക്കുവാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും നഗരസഭയും നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. അനധികൃത പാർക്കിങ്ങുകളും വഴിയോര കച്ചവടങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുമാണ് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. ഗതാഗതക്കുരുക്ക് വടക്കാഞ്ചേരി ഓട്ടുപാറ നഗരത്തിലെ വ്യാപാരികളെയും യാത്രക്കാരെയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ്. ഗതാഗതക്കുരുക്ക് മൂലം പലരും വടക്കാഞ്ചേരി വിട്ട് പർച്ചേസിംഗിനായി മറ്റ് സ്ഥലങ്ങൾ തേടിപ്പോകുകയാണ്. വിപണിയിലെ മാന്ദ്യത്തിന് ശേഷം ഓണക്കാലം അടുത്തതോടെ വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾ വലിയ പ്രതീക്ഷയിലാണ്. ഇതിന് തിരിച്ചടിയാകുന്ന നിലയിലാണ് നഗരത്തിലെ ഗതാഗതക്കുരുക്ക്. ഓട്ടുപാറ കുന്നംകുളം ജംഗ്ഷൻ ഭാഗവും ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് ഭാഗവും വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് ജംഗ്ഷനുമാണ് ഏത് സമയവും ഗതാഗതക്കുരുക്കിന് വഴിവെക്കുന്നത്. ഓട്ടുപാറ കുന്നംകുളം ജംഗ്ഷനിൽ ഇന്റർലോക്ക് ടൈലുകൾ അവസാനിക്കുന്ന ഭാഗത്ത് രൂപപ്പെട്ട കുഴികൾ മറികടക്കുവാൻ വാഹനങ്ങൾ ഏറെ സമയം എടുക്കുന്നതിനാലും 3 റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങളും പല ഭാഗത്തേക്കും കടത്തിവിടേണ്ടതിനാലും ട്രാഫിക് പോലീസ് സ്ഥലത്തുണ്ടെങ്കിലും ഗതാഗതം നിയന്ത്രണാതീതമായി മാറുകയാണ്. കൂടാതെ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ കയറുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ നിന്നും ആളെ കയറ്റിയതിനു ശേഷം വീണ്ടും സംസ്ഥാന പാതയിലേക്ക് ഇറങ്ങി റോഡിൽ നിർത്തി ആളെ കയറ്റുന്നതും പതിവാണ്. ഇതും ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നുണ്ട്. നഗരസഭ അധികാരികൾ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ട് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.